നമസ്കാരം. നാളെ വിഷു പുലരിയാണ്. നാളെ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതായ ദിവസവുമാകുന്നു. നാളെ ചെയ്യാൻ പാടില്ലാത്തതായ പ്രധാനപ്പെട്ട ചില തെറ്റുകളെക്കുറിച്ച്, വിഷുപ്പുലരിയിൽ പാടില്ലാത്തതായ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ഗുരുവായൂരപ്പനെ വന്ദിക്കുക. ഓം നമോ നാരായണായ എന്നോ ഓം ക്ലീം കൃഷ്ണായ നമ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ, വീടുകളിൽ ശ്രദ്ധിക്കേണ്ടതായ ആ കാര്യങ്ങൾ ഇപ്രകാരമാകുന്നു. അതിരാവിലെ തന്നെ നിങ്ങൾ കണി കാണേണ്ടതായിട്ടുണ്ട്. ഉണർന്ന ഉടനെ തന്നെ നിങ്ങൾ കണി കാണുക. ചില വസ്തുക്കൾ കണിയിൽ വയ്ക്കാൻ പാടുള്ളതല്ല. അത് കേടായ ചിത്രം, വസ്ത്രം, അതായത് കേടായ വസ്ത്രങ്ങൾ, ഫലങ്ങൾ, പച്ചക്കറികൾ ഇവ ഒരിക്കലും നിങ്ങൾ കണിയിൽ വയ്ക്കരുത്. കേടായ പൂക്കൾ, കയ്പേറിയതായ വസ്തുക്കൾ, പഴകിയതായ വസ്തുക്കൾ, കുങ്കുമം, മഞ്ഞൾ, തീർച്ചയായും അത് ഉപയോഗിക്കാത്തവ തന്നെ വയ്ക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഉപയോഗിച്ചത് വയ്ക്കരുത് എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. ശുദ്ധിയായി തറയിൽ അല്ലെങ്കിൽ മേശയിൽ ഒരു പീഠത്തിൽ വച്ച് മാത്രമേ കണി കാണുവാൻ പാടൂ. താഴെ നിലത്ത് വെറുതെ വയ്ക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. 5 തിരിയിട്ട ഭദ്രദീപം തന്നെ തെളിയിക്കുവാൻ ഏവരും പ്രത്യേകമായ പരിഗണന നാളെ നൽകേണ്ടതായിട്ടുണ്ട്. ഭദ്രദീപം തെളിയിച്ച് കണി കാണുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നേ ദിവസം ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളിൽ പ്രധാനപ്പെട്ടതായ ഒന്ന് കടം വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. കൂടാതെ ഇന്നേ ദിവസം 2 നേരവും കുളിക്കേണ്ടതായിട്ടുണ്ട്. ക്ഷേത്ര ദർശനം തുടർന്ന് നിങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതായത് കുളി കഴിഞ്ഞതിന് ശേഷം ക്ഷേത്ര ദർശനം നടത്തുക. നിങ്ങൾ വീടുകളിൽ പഠിക്കുന്നതായ കുട്ടികളുണ്ട് എങ്കിൽ തീർച്ചയായും അവരുമായി ക്ഷേത്ര ദർശനം, അതായത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. കൂടാതെ നാളെ രാജഗോപാല മന്ത്രാർച്ചന കുട്ടികളുടെ പേരിൽ നടത്തുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. സ്ത്രീകളുടെ പേരിലാണ് എങ്കിൽ ഭാഗ്യസൂക്തം നിങ്ങൾക്ക് നടത്താം. കൂടാതെ പുരുഷന്മാരുടെ പേരിൽ പുരുഷ സൂക്തവും പാൽപായസവും നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇന്നേ ദിവസം ആ പായസം നിങ്ങൾ വീടുകളിൽ കൊണ്ടുവരുന്നതും സദ്യക്കൊപ്പം കഴിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം. അതിനാൽ ഇന്നേ ദിവസം തന്നെ ഈ വഴിപാട് ഷീട്ടാക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം ദേഷ്യവുമായി ബന്ധപ്പെട്ടാണ്. ഒരിക്കലും ഇന്നേ ദിവസം ദേഷ്യപ്പെടുകയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് വരാൻ പാടുള്ളതല്ല. നെഗറ്റീവായ കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. ദുഷ്ചിന്തകൾ കടന്നു വരുന്നു എങ്കിൽ തീർച്ചയായും അത്തരം ചിന്തകൾ ഒഴിവാക്കണം. ഈ സമയം ഭഗവാന്റെ നാമം ജപിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. വൈകുന്നേരം വിളക്ക് ഇന്നേ ദിവസം പ്രത്യേകിച്ചും തെളിയിക്കേണ്ടതാണ്. 2 നേരവും വിളക്ക് തെളിയിക്കണം. വൈകുന്നേരവും വിളക്ക് തെളിയിക്കണം. പ്രത്യേകിച്ചും സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഇന്നേ ദിവസം കഴിവതും വീടുകളിൽ നിന്നും മാറി നിൽക്കാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നോൺ വെജ്, ലഹരി എന്നിവ ഒഴിവാക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മധുരപലഹാരങ്ങൾ ഇന്നേ ദിവസം വീടുകളിൽ തയ്യാറാക്കുന്നതും നിങ്ങൾ ആ മധുരപലഹാരങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. കൂടാതെ ഒരിക്കലും വിശന്നിരിക്കുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ധരിക്കാതിരിക്കുക. കീറിയ വസ്ത്രങ്ങൾ, കേടായ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കണം. കൈനീട്ടം നൽകുമ്പോഴും വാങ്ങുമ്പോഴും കണിയിൽ വച്ചിരിക്കുന്നതായ കണിക്കൊന്ന പുഷ്പം കൂടി നൽകുവാനും അതേപോലെ തന്നെ അത്തരത്തിൽ കണി വാങ്ങുവാനും നിങ്ങൾ ശ്രദ്ധിക്കണം. ആ കാര്യത്തിന് പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. നഖം, മുടി ഇന്നേ ദിവസം മുറിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. കൂടാതെ ഇന്നേ ദിവസം ചെടി, അത്തരം കാര്യങ്ങൾ വീടുകളിൽ നിങ്ങൾക്ക് മുറിക്കേണ്ടതായ സാഹചര്യമുണ്ട് എങ്കിൽ പോലും അതൊരിക്കലും ഇന്നേ ദിവസം ചെയ്യാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കുന്നതല്ല. അതിനാൽ അടുത്ത ദിവസത്തേക്ക് ആ കാര്യങ്ങൾ മാറ്റുന്നതാണ് ഏറ്റവും വിശേഷം. അതിനാൽ അതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും പ്രധാന വാതിലുകൾ നിങ്ങൾ തുറന്നിടേണ്ടത് അനിവാര്യമാണ്. ആ കാര്യത്തിന് പ്രാധാന്യം നൽകുക.
രാവിലെ ജനലുകൾ തുറന്നിടുകയും പ്രത്യേകിച്ച് കിഴക്ക് വടക്ക് വശങ്ങളിലെ ജനലുകൾ തുറന്നിടാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. രാവിലെ ഈ ജനലുകൾ കൂടി തുറക്കുന്നതിലൂടെ പോസിറ്റീവായ ഊർജം, ഭഗവാന്റെ അനുഗ്രഹം ഇരട്ടിയായി തന്നെ ആ വീടുകളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഒരിക്കലും ഇന്നേ ദിവസം മൃഗങ്ങളെ, പക്ഷികളെ ഉപദ്രവിക്കുവാൻ നിങ്ങൾ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് അത്രമേൽ ദോഷകരമായ ഒരു കാര്യമാണ്. ഇന്നേ ദിവസം മൃഗങ്ങൾക്ക് ആഹാരം, ജലം എന്നിവ നൽകുന്നത് സർവ ഐശ്വര്യപ്രദമായ ഒരു കാര്യം തന്നെയാകുന്നു. അനാവശ്യമായി ആരെയും വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷമായി നൽകും, അഥവാ ദോഷകരമായ ഫലങ്ങൾ നൽകും. പ്രത്യേകിച്ചും ഇന്നേ ദിവസം ഒരു വ്യക്തിയുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതിലൂടെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പലവിധ ദോഷകരമായ കാര്യങ്ങൾ, അവരുടെ വിഷമത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പല ദുഃഖങ്ങൾക്കും അത് കാരണമായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. മുതിർന്നവരെ തീർച്ചയായും ബഹുമാനിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഇന്നേ ദിവസം പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ ഒരിക്കലും ദുഷ്ചിന്തകൾ കടന്നു വരാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ദുഷ്ചിന്തകൾ ഒരിക്കലും വരാൻ പാടുള്ളതല്ല. മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്നതായ ഒരു കാര്യങ്ങളും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. കണി കണ്ടതിന് ശേഷം തിരികെ വരുന്നതായ സാഹചര്യത്തിൽ, തിരിച്ചു പോരുന്നതായ സാഹചര്യത്തിൽ ഒരിക്കലും മാറാല തുടങ്ങിയ കാര്യങ്ങൾ കാണുവാൻ പാടുള്ളതല്ല. അതിനാൽ തീർച്ചയായും ഇന്നേ ദിവസം തന്നെ ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. വീടും പരിസരവും നിങ്ങൾ പ്രത്യേകിച്ചും വൃത്തിയാക്കേണ്ടത് അനിവാര്യമാണ്. വീടിന്റെ ഉൾഭാഗം തുടച്ചതിന് ശേഷം മഞ്ഞൾ ജലം, ഉപ്പുജലം തളിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. നിങ്ങളുടെ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് അത് സഹായകരമായി തീരും. മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യവും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം നിങ്ങൾ ആഹാരം പാചകം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും അത് കൃത്യമായ രീതിയിൽ തന്നെ, കൃത്യമായ അളവിൽ തന്നെ പാചകം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നേ ദിവസം ക്ഷേത്രത്തിലേക്ക് നിങ്ങളുടെ വീടുകളിൽ ഉണ്ടായതായ പഴവർഗ്ഗങ്ങൾ, അത്തരത്തിൽ പൂക്കൾ എന്നിവ കൊണ്ടുപോകുന്നത് ഏറ്റവും ശുഭകരമാണ്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഭഗവാന് സമർപ്പിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ കൊണ്ടുപോകുമ്പോൾ ശുദ്ധിയോടെ വാഴയിലയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. പൂക്കൾ പ്രത്യേകിച്ചും അപ്രകാരം കൊണ്ടുപോവുക. കൂടാതെ ഇന്നേ ദിവസം ഭഗവാന് നാണയങ്ങൾ തലക്കുഴിഞ്ഞ് സമർപ്പിക്കുന്നതും വിശേഷം തന്നെയാകുന്നു. അതിനാൽ ക്ഷേത്ര ദർശന സമയത്ത് ഈ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം ഒരിക്കലും കുട്ടികളുടെ മനസ്സ് നിങ്ങൾ വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ഭഗവാന്റെ കോപം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന് കാരണമായി തീരും. ഇന്നേ ദിവസം ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് നിങ്ങളുടെ അടുത്ത് വരികയാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരെ വെറും കൈയോടെ അയക്കുവാൻ പാടുള്ളതല്ല. നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായ സഹായം ഇന്നേ ദിവസം തീർച്ചയായും അവർക്ക് ചെയ്യുന്നത് അത് ഇരട്ടി ഫലം നിങ്ങൾക്ക് നൽകുന്നതിന് സഹായകരമായി തീരും. അതിനാൽ ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിഷുപ്പുലരിയിൽ പ്രത്യേകിച്ചും ചെയ്യാതിരിക്കുവാൻ, അഥവാ ഇന്നേ ദിവസം ഈ വിശേഷപ്പെട്ടതായ ദിവസം ചെയ്യാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തീർച്ചയായും അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്താതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക.